ഇത് നമ്മളൊരു യൂറോപ്യൻ ഡെസേർട്ട് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഐറ്റം ആയിട്ടോ യൂറോപ്യൻ ഡെസേർട്ട് ആയിട്ടോ വന്നേക്കുന്നത്. എന്താന്നൊരു പേര് ചൂറോസ് അങ്ങനെ എന്തോ ഒരു പേരാണ്. ചുറോസ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ചുറോസ് ഞാൻ കഴിച്ചിട്ടുണ്ട്, 1-2 കഴിച്ചിട്ടുണ്ട്. എറണാകുളത്തും കഴിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോവാത്തോണ്ടൊന്നും കഴിച്ചിട്ടില്ല. പോവാത്തോണ്ട് വീട്ടിൽ തന്നെ ഇപ്പൊ കറന്റ്ലി. അതെ, അതുവരെ ഞാൻ ട്രിപ്പിലൊക്കെ ചുറോസ് കിട്ടുന്ന നാട്ടിലേക്ക് പോയില്ല. ഇല്ല, ചുറോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു ഡെസേർട്ട് ആട്ടോ. വലിയ മധുരമൊന്നും ഇല്ല. നമ്മളത് ഒരുപാട് മധുരമൊന്നും ഇല്ല. പിന്നെ അത് ഷുഗർ കോട്ടൊക്കെ ചെയ്ത് ചോക്ലേറ്റ് ഒക്കെ ഡിപ്പ് ചെയ്ത് നമ്മൾ കഴിക്കുന്നത്. അപ്പോഴാണ് അതിന് മധുരം വരുന്നത്, അതിന് ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നിങ്ങളൊരു ഡെസേർട്ട് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്കത് ഷുവറായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് എങ്ങനെ നോക്കാം. സാധനമൊക്കെ ഉണ്ടോ? ഉണ്ട്, സാധനമൊക്കെ ഉണ്ട്. കുറച്ച് ബട്ടറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് സാധനം വാങ്ങിച്ച് സ്പെൻഡ് ചെയ്യാം. പൈസ കളയുന്നത്. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ഉണ്ടാക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഉള്ള സാധനമൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഗ്യാസ് ഒക്കെ ഓൺ ചെയ്യുക. ചെറിയൊരു ഫ്ലെയിം മതി കേട്ടോ. അതിലേക്ക് ഞാൻ ഓൾറെഡി ഒരു 1 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ചെറിയൊരു ചൂടായി വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അല്ല 1/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. കോട്ട് എന്നാണ് ഞങ്ങൾ നോക്കിയത്. അതെ, അങ്ങനെ പരിഷ്കാരികൾ അങ്ങനെയൊക്കെ പറയും. ഞാനിപ്പോ അതിനൊരു 1/4 കപ്പ് ബട്ടർ കറക്റ്റ് ആയിട്ട് ഒരു 50 ഗ്രാം. അതെ, മിക്സ് മിക്സ് മിക്സ്. ഇത് ഫുള്ള് കിടന്ന് അങ്ങോട്ട് മിക്സ് ആവണം. മഞ്ഞ വെള്ളം നോക്ക്, കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? മഞ്ഞ വെള്ളം ഇങ്ങനെ ഫുള്ളായിട്ട് അലിയണം. വേറെ കിടന്ന് അലിഞ്ഞോളും. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ഐറ്റം, അതായത് 1 കപ്പ് മൈദ. ലുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ കുഴഞ്ഞ് വരണം. നമുക്ക് ഇതിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നിങ്ങൾ ഇളക്കാൻ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വലിയ ടഫൊന്നുമല്ല കേട്ടോ. ചില രീതി മുട്ട ആഡ് ചെയ്ത് വെജിറ്റേറിയൻ ചോയ്സ്. ഇങ്ങനെ ഇളകി വരുന്ന ഒരു പരുവം കണ്ടോ? ഇതിങ്ങനെ ഇളകി വരണം. അതായത് പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ഇപ്പൊ ആ ഒരു പരുവായി. ഇനി നമുക്കിത് മാറ്റി അങ്ങോട്ട് വെക്കാം. നമുക്ക് ഇതിലേക്ക് വെക്കാം. ഇനി ഇത് തണുപ്പ് കുഴപ്പമില്ല. സോറി ഗൈസ്. ഇനി ഇത് ചൂട് മാറണം. ചൂട് മാറാൻ വേണ്ടി നമുക്കിത് മാറ്റി വെക്കാം. ചൂട് മാറിയാൽ മാത്രമേ നമുക്കിനി ബാക്കി പരിപാടികളിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് ചൂട് മാറിയിട്ട് വരാം. ഇത് നമ്മുടെ ഈ ഡോ ഇതിലോട്ട് ഫില്ല് ചെയ്യാൻ പോവാ. പൈപ്പിംഗ് ബാഗിലോട്ട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. ഇവളാട്ടോ ഇതിനകത്ത് എക്സ്പേർട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിന് മുമ്പ് ഇതൊന്നും വെച്ചിട്ടുണ്ട്. ഈ സാധനം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കുറച്ച് വെക്കാം. ഗ്ലാസ് വെക്കാൻ നമുക്കിത് ഫില്ല് ചെയ്യാൻ എളുപ്പമുണ്ട്. കുറച്ചുകൂടെ നമുക്ക് നടക്കാം. ഇത്രയും മതി.
നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ഇനി ഇത് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നാക്കി കൊടുക്കണം. നമുക്ക് മണ്ടയ്ക്ക് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് നാക്കൊക്കെ കൊടുക്കുന്നു ഗൈസ്. മതി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് നോക്കട്ടെ പീച്ച് വരുമോ എന്ന് അറിയാം. ഇവിടെ ഈശ്വര, എനിക്ക് തോന്നുന്നു ഒരു പൈപ്പിംഗ് ബാഗും കൂടി ഇടണം. വരുന്നില്ല. ഒരു പൈപ്പിംഗ് ബാഗും കൂടി ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോ. അപ്പം ഇനി ഇത് നല്ല പ്രഷർ കൊടുക്കുന്ന ഇപ്പം വരുന്നുണ്ട്. അപ്പം നമ്മൾ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് റിഫൈൻഡ് ഓയിലാണ്, വെളിച്ചെണ്ണയിലൊന്നിട്ട് പൊരിച്ച് കളയില്ല. ഇനി എണ്ണ നമുക്ക് ബബിൾസ് ഒക്കെ വരുന്നത്. എന്തോ ഇത് സംഭവിക്കുന്നത്. വെള്ളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അമ്മയുടെ കയ്യില്. ഈശ്വര, പൊട്ടിത്തെറിക്കോ. കണ്ടോ അവിടെ വെള്ളം ഉണ്ടായിരുന്നോ? കണ്ടോ പൊട്ടിത്തെറിക്കുന്നേ, മൊത്തം വെള്ളമാക്കി. ഹായ്, നമ്മൾ റെഡി ആയിട്ടുണ്ട് സാർ. സാറൊന്നോ എന്തൊക്കെ മട്ടായോ? ഈ സാധനം ഉണ്ടെങ്കിൽ ചേച്ചി പോയ അവസ്ഥ. അമ്മ അതിന്റെ ഇടയ്ക്ക് ഇവിടെ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നമ്മുടെ ഐറ്റം ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഇതിലേക്ക് അങ്ങനെ പിഴിഞ്ഞിടാന്നാണ് ഇങ്ങനെ പീച്ചി കൊടുക്കാം. ഇടിയപ്പോ പീച്ചുന്ന കട്ട് ശ്രദ്ധിച്ചൊക്കെ പീസണ. എനിക്ക് പേടിയാ. നേരെ ഇങ്ങനെ. അയ്യോ, നല്ല ശക്തി വേണമെന്ന് തോന്നുന്നു. എന്താ ദൈവം തമ്പുരാൻ. മതി, കട്ട് ചെയ്തോ. കട്ടേ സക്സസ്. ഇച്ചിരി പാടാണേലും ഇപ്പൊ നമ്മള് ഇതിൽ എക്സ്പേർട്ട് ആവും. മിന്നു യു കൻ ഡു ഇറ്റ്. എക്സ്പേർട്ട് ചുരോസ് മേക്കർ ആവും. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അതെ, നമ്മുടെ ഇഷ്ടമുള്ള നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. മിനി ചുരോസ് ആയിട്ട് കഴിക്കാം, അല്ല വലിയ ചുരോസ് ആയിട്ട് കഴിഞ്ഞാലും നേരെ വരുന്നുണ്ട്. അതെ, അനുസരണ ഉള്ളവന്. പിള്ളേർക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതെ, കൊറേ ഉണ്ടല്ലോ, നല്ല ഡിസൈനാ. ഇത് തന്നെ ചേച്ചി അവര് പിഴിയുന്നേ. ഇത് ഈ ഷേപ്പാ. പിന്നെ ഞങ്ങൾ കണ്ട വീഡിയോയില് ഇതേ ഷേപ്പായിരുന്നു. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് അതെ, എന്താവും അറിയാലോ. എനിക്ക് ഇവിടെ കാണുമ്പോ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് മറ്റേ ചോട്ടാ ഭീമിന് ചുക്കി സൈഡ് അത് മുടി പിന്നെ ഇട്ടിട്ടില്ലാന്നോ സ്കേർട്ട് ടോപ്പ് ഇട്ടിട്ടില്ലാന്നോ ഏതാണ്ടൊക്കെ ഷേപ്പ് ചുക്കിയുടെ. നിങ്ങൾ ചോട്ടാ ഭീം കാണുമായിരുന്നോ? കമന്റ് ചെയ്യും. നിങ്ങൾ കാണുമായിരുന്നു, ഞാൻ കാണുമായിരുന്നു, നീ കാണുമായിരുന്നു. ഞാൻ ശമ്പിച്ചോണ്ട് കൂടെ കുത്തിയിരുന്ന് കാണുമായിരുന്നു. ഭീം ഭീം ചോട്ടാ ഭീം കുറച്ച് വലിയ വലിയ ഇതിനെ കാണിക്കും. അതെ, നമ്മുടെ ചുട്ക്കി ഇവിടെ ചുരോസ് ഉണ്ടാക്കി. ചുരോസ് ചുട്ക്കി. അപ്പൊ ഇനി നമുക്ക് കണ്ടോ ഈ ഒരു കളർ ബ്രൗൺ. അതിന്നും ഇച്ചിരി ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ട്. അതല്ല, നല്ല നമുക്കൊരു ക്രിസ്പി കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഇതിന് മുമ്പ് ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു, അപ്പൊ ആക്കം അത്രക്കായില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മാറ്റി വെക്കാം. ഇനി കുറച്ച് ചേച്ചി എയർ ഫ്രയറിലും കൂടെ വെച്ചിട്ടുണ്ട്. എന്താവും നമുക്ക് നോക്കാം. ഓക്കേ, നമുക്ക് ഇത് മൊത്തത്തിൽ ചൂട് മാറുന്നതിന് മുന്നേ ഇത് നമ്മൾ ഷുഗറും സിനമണ്ണും കൂടി മിക്സ് ചെയ്തതാട്ടോ. ഇത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ഈ ചുരോസിൽ നന്നായിട്ട് കോട്ടാവും. ചൂട് മാറിക്കഴിഞ്ഞാൽ അത് കോട്ടാവാൻ പാടായിരിക്കും. നമ്മുടെ ചുരോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിന്റെ കൂടെ നല്ല ഹോട്ട് ചോക്ലേറ്റ് സിറപ്പ്. ശരി, സിറപ്പും അല്ല, മെൽറ്റഡ് ചോക്ലേറ്റ് ഇങ്ങനെ പറയാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. നീ കഴിച്ചോ. ഞാൻ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചുരുക്കി കഴിക്കട്ടെ. ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് ഇറക്കി. നല്ലതാ കേട്ടോ, ക്രിസ്പി, അകത്ത് സോഫ്റ്റ്. അകത്ത് സോഫ്റ്റ്. പിള്ളേർക്കൊക്കെ കൊള്ളാം.
സ്റ്റോറി ഇതായിരുന്നോളൂ ഇല്ലേ? സ്റ്റോറി ട്രൈ. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഞാൻ ചവയ്ക്കുന്നത്? ബൈ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണമെങ്കിൽ കമന്റ് കൂടെ ചെയ്യാം. വേണമെങ്കിൽ കമന്റ് കൂടെ ചെയ്തോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലായിടത്തും കിട്ടുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പി മനസ്സിലായാലും നിങ്ങൾക്ക് വേറെ റെസിപ്പീസും റെഫർ ചെയ്യാം. വേണമെങ്കിൽ അളവൊക്കെ ഞങ്ങൾ മെൻഷൻ ചെയ്യാം. അതെ. ഓക്കെ, ബൈ.